നന്ദേട്ടാ, CPM-ൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വളരെ രസകരമായ ചില കമൻറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഒന്ന് EP ജയരാജൻ പറഞ്ഞ കാര്യമാണ്. EP ജയരാജൻ പറയുന്നത് ഈ കള്ള് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല, കള്ള് മദ്യപിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ, കള്ള് കുടിക്കാം, കള്ളിന് വിഷയങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇളം കള്ള് ഔഷധ ഗുണമുള്ളതാണ്, ഇളനീരിനേക്കാൾ ഔഷധ ഗുണമുള്ളതാണ്, അത് കുടിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നു കള്ള് ചെത്ത് വ്യവസായം വളരെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇളം കള്ള് കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ഷാപ്പ് പോകുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് MV ഗോവിന്ദൻ മാഷ് പറയുകയാണ്, ഒരിക്കലും CPM-നകത്ത് മദ്യപാനികൾ ഉണ്ടാവില്ല, മദ്യപിക്കാൻ പാടില്ല, മദ്യപിച്ചാൽ പുറത്താക്കും. ഇനി ബാറ് നടത്താം, പക്ഷേ മദ്യം കഴിക്കാൻ പാടില്ല അംഗങ്ങൾക്ക്. ഇത്തരം ചില വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അതിനകത്ത് കാരണം നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിലർ പറയുന്നു എന്ന് വിചാരിച്ചൊരു ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞു കള്ള് നല്ലതാണ്, പ്രത്യേകിച്ച് ഇളങ്കള്ള് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ സത്യത്തിൽ പിണറായി വിജയൻ്റെ നിലപാടാണത്. പിണറായി വിജയൻ ചില സ്ഥാനങ്ങളൊക്കെ EP ജയരാജനെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ നമ്മൾ ധരിക്കും EP ജയരാജൻ്റെ വെളിപാടുണ്ടായതെന്ന് ധരിക്കും. സത്യത്തിൽ അതൊന്നുമില്ല. കാരണം പിണറായി വിജയൻ്റെ താല്പര്യമുള്ള വിഷയമാണത്. കാരണം ഇപ്പോൾ ആളുകൾ മദ്യപിച്ച് പുള്ളിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആദ്യം മദ്യപാനം ശരിയാന്ന് പറഞ്ഞാൽ ഇളങ്കള്ള് കുടിക്കുന്നത് ശരിയാന്ന് പറയും. അത് കൊടുത്ത് മറുപടി സത്യത്തിൽ പറഞ്ഞാലത് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ്. MV ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ മദ്യപാനികളൊന്നും ഞങ്ങൾ പാർട്ടിക്കകത്ത് വെച്ചേക്കൂലെന്ന്. ഈ മദ്യപാനികളിൽ പിന്നെ ഈ പാർട്ടി എന്താ ഉള്ളേ? പിരിച്ചുവിടേണ്ടി, ഈ പാർട്ടി പിരിച്ചുവിടേണ്ടി. ഞാനതുകൊണ്ട് വേറെ ആൾ പറഞ്ഞു, സത്യത്തിൽ ഗോർബച്ചേവാണ് റഷ്യയിൽ കുഴപ്പമുണ്ടാക്കിയ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കിയത് ഗോർബച്ചേവാണ്. ഈ കേരളത്തിൽ ഗോർബച്ചേവ് എന്നാണ് MV ഗോവിന്ദൻ മാഷിനെ വിളിക്കാൻ പറ്റുക? കാരണം ഗോർബച്ചേവിൻ്റെ മാതിരിയാണത്. കാരണം ഗോർബച്ചേവ് ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കി. സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ മദ്യം കള്ളുടിക്കുന്നവരാരും പാർട്ടിക്കകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ CPM-ൽ ആരുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിൽ മയക്കുമരുന്ന് കച്ചവടത്തിന് പിടിക്കുന്നവരാരാണ്? CPM-കാരാണ്. കേരളത്തിൽ മദ്യ വ്യവസായത്തിൽ പിടിക്കുന്ന ആരാണ്? CPM-കാരാണ് പിടിക്കുക. ഈ മദ്യവും കള്ളും ലോട്ടറിയും എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുള്ളതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടൊന്നുമില്ല. ജയരാജൻ പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ജയരാജൻ പറഞ്ഞതിനേക്കാൾ വലുതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മദ്യപാനം ഒരു തെറ്റല്ല, തെറ്റാന്ന് ധരിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മദ്യപിക്കാത്തവർ എത്ര ഉണ്ടാവുമപ്പാ? വല്ല ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ യാതൊരു തരവില്ല. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെക്കുറിച്ചൊന്നും ഇദ്ദേഹം അവരൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പരിപ്പോടെയും കട്ടൻ ചായയും ഒന്നും അല്ല കൊടുക്കേണ്ടത്, ഇവർക്ക് ഒരേ ഗ്ലാസ് കള്ളാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ജയരാജൻ പറഞ്ഞു വെച്ചത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് പാർട്ടി ഇലക്ഷൻ വരികയാണ്, എല്ലാവരും സ്വന്തമായിട്ടുള്ള സ്ഥാനങ്ങൾ ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ സുധാകരൻ പ്രസ്താവന ഇറക്കി, കേട്ടിരുന്നോ എന്നറിയില്ല. സുധാകരൻ്റെ പ്രസ്താവന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യമല്ല, 75 വയസ്സല്ല കണക്ക്, കഴിവുള്ളവർക്കാണ് സ്ഥാനങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തരണം എന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ അതുകൊണ്ട് പിണറായി വിജയന് മാറ്റണം നിർബന്ധമില്ല. കാരണം പിണറായി വിജയനോട് തുല്യനായിട്ടുള്ള വേറൊരാൾ ഇന്ന് പാർട്ടിക്കകത്തുണ്ടോയെന്ന് സുധാകരന് സംശയമാണ്. ഈ സംശയം ജയരാജനുണ്ട്. ജയരാജനും പറഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ ഒരേ കാര്യത്തിലാണ്, ഇവർക്കെല്ലാവർക്കും ഇവരുടെ എല്ലാം നാവ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ കള്ളു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. നേരെ മറിച്ച് എനിക്കറിയാലോ EMS-ന് 2ാമത്തെ മന്ത്രിസഭ 1967 കേരളത്തിൽ കടുത്ത പട്ടിണിയാണ്. 400 ഗ്രാം അരിയാണ് ഒരാൾക്കൊരു മാസം കിട്ടുക. 400 ഗ്രാം അരി. മലയാള മനോരമയിൽ അതിനെക്കുറിച്ച് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ എടപ്പള്ളി മറ്റു ഭാഗത്തൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനകത്ത് സ്ത്രീകളിരുന്ന് അരിക്കച്ചവടം നടത്തും. ആ സ്ത്രീകൾ അരി കൊണ്ടുവന്നിരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. കോയമ്പത്തൂരിൽ നിന്ന് അരി കൊണ്ടുവരണമെങ്കിൽ ട്രെയിനിൽ കൊണ്ടുവരണം, രാത്രി ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ കൊണ്ടുവരണം. ആ ടീ ഗാർഡൻ എക്സ്പ്രസ്സിൽ കയറിയിട്ട് ആളുകൾ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴേക്ക് അരി തള്ളിയിട്ട് ഇവർ പോയിട്ട് ബാത്റൂമിൽ കയറി നിൽക്കും. TT ഒന്നും പിടിക്കാൻ പറ്റില്ല. അങ്ങനെ അരി കൊണ്ടുവന്നിട്ടാണ് കേരളത്തിൽ വിറ്റിരുന്നത്. കടുത്ത ക്ഷാമമാണ് കേരളത്തിൽ, ചിന്തിക്കാൻ പറ്റില്ല. EMS-ന്റെ ഭരണകാലം. EMS-ന്റെ ഭരണകാലത്താണ് ആദ്യമായിട്ട് ഈ വെള്ളത്തിൽ കുതിർത്ത അരി വിൽക്കാൻ തുടങ്ങിയത്. ആ കാലത്താണ്. ഒരു ചാക്ക് അരിക്കകത്ത് ഏകദേശം 5 തുടങ്ങിയിട്ട് 10 കിലോ വരേക്കും വെള്ളം ചേർക്കുക. അങ്ങനെ വെള്ളം ചേർക്കുന്ന അരി കൊടുത്തിരുന്ന ആളാണ് EMS. 1967 EMS-ന് മന്ത്രിസഭയാണ്. എന്ന് മാത്രമല്ല, എന്നിട്ട് അരി കൊടുക്കാനുണ്ടായില്ല. ആ സമയത്താണ് സർക്കാർ തീരുമാനിച്ചു 1 കിലോ ചോളപ്പൊടി ഒരു വീട്ടുകാർക്ക് കൊടുക്കും ഒരു മാസം. ആ ചോളപ്പൊടിയപ്പോൾ റേഷൻ കടക്കാർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് റേഷൻ കടയിൽ കൂടി തരില്ലേ, അവിടെ കൂടി തന്നെ ആളുകൾ ഞങ്ങൾ റേഷൻ കടയിൽ വച്ചേക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് ആദ്യമായിട്ട് 1 കിലോ ചോളപ്പൊടി കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കൂടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു.
പോലീസ് സ്റ്റേഷനിൽ ക്യൂ നിന്നിട്ട് ആളുകൾ ചോളപ്പൊടി മേടിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കേരളത്തിൽ. EMSന്റെ 57-ലും 67-ലൊക്കെ തന്നെ മന്ത്രിസഭകൾ ആ തരത്തിലായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് തള്ളിവിട്ടത്. സമാനമായിട്ടുള്ള രീതിയിലാണെന്ന് കേരളത്തിൻ്റെ അവസ്ഥ പരമദയനീയമാണെന്നുള്ള ഒരു EP ജയരാജൻ അറിയാം, അത് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു, EP ജയരാജൻ നീയൊന്ന് പറഞ്ഞേക്ക്, ഏറ്റവും നല്ലത് ആളുകൾ കള്ളു കുടിക്കുകയാണ് നല്ലതെന്ന് പറയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക നില അത്യന്തം പരിതാപകരമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ആശാവർക്കേഴ്സ് സമരമുണ്ട്. 7,000 രൂപയുടെ ശമ്പളം അവരുടെ. ആ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന പറയുന്ന സമയത്ത് അവരെ ആശ എന്നൊക്കെ വിളിക്കുന്നില്ല പറയുന്നല്ലാണ്ട് അവരെയൊക്കെ നിരാശരാക്കുന്ന പ്രവർത്തനമാണ് പിണറായി വിജയൻ്റെയും വീണ ജോർജിൻ്റെയും പ്രവർത്തനം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തത്രപ്പാടുകൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഈ തത്രപ്പാടൊക്കെ കാട്ടിക്കൂട്ടുന്നത് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. വരുമാനം ഉണ്ടാക്കുന്ന പണിയൊന്നും സർക്കാരിന് നിശ്ചയമില്ല. അതിനു വേണ്ടിയിട്ട് യാതൊരു പണിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. കടുത്ത ഇനിയൊരു ദാരിദ്ര്യത്തിലേക്ക് കേരളം പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ വേണം നിർബന്ധമില്ല, ദാരിദ്ര്യം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ആളുകൾ കടുത്ത സാമ്പത്തിക പരാധീനതയിലേക്ക് കൂപ്പുകുത്താനുള്ള സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം ആവശ്യമല്ലേ. ഈ മോചനമാണ് ശരിക്ക് EP ജയരാജൻ്റെ പ്രസ്താവന. EP ജയരാജൻ ഉദ്ദേശിക്കുന്ന 2 ദിവസത്തേക്ക് പ്രസ്താവന, എൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചർച്ച നടത്ത്, ആളുകൾ കള്ളു കുടിക്കണോ എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുക എന്നൊക്കെയാണ്. കാരണം മയക്കുമരുന്ന് കൊടുത്ത് ബാക്കി ആളുകളൊക്കെ ഇവർ മറ്റേ ഒരു അരിക്കാക്കിയിരിക്കുകയാണ്. ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടക്കാർ ധാരാളം പേരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന നേതാക്കന്മാർക്ക് വലിയ വലിയ പങ്കക്കാര്യത്തിലുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ വല്ലുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളിലാണ്. അങ്ങനെയാണ് പല കുട്ടികളെ അടക്കം കൊല്ലുന്നവരെങ്ങനെയാണ്? ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾ, SFIയിൽ പെട്ടിട്ടുള്ള ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടുന്നത്. താമരശ്ശേരിയിലെ വധം നമ്മൾ കേട്ടതാണത്. ആ പാവപ്പെട്ട കുട്ടിയെ കുന്നളഞ്ഞത്. ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിൽ നിന്നുള്ള മോചനം EP ജയരാജന് വേണമെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പറയണം, കള്ളിനെക്കുറിച്ച് തന്നെ പറയണം. വേറെ പറയാൻ വിഷയം വേണ്ടേ? ആ പറയാനായിട്ട് വിഷയമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അത്യന്തം ദയനീയമായിരിക്കുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മറ്റെല്ലാം വെച്ചുകൊണ്ടാണ് ജയരാജനത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത സമ്മേളനം പൊളിറ്റ് ബ്യൂറോയിലൊക്കെ തന്നെ മിക്കവാറും ഇപ്പോൾ ഇവരാരും മറ്റു വെള്ളമൊന്നും കൊടുക്കാൻ വഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഒരേ 1/2 ഗ്ലാസ് കള്ളു വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അത് കുടിക്കുന്നത് നല്ലതാ. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ല, ചർച്ചയ്ക്ക് വിഷയങ്ങളുമില്ല, ചർച്ചയ്ക്ക് താത്വികമായിട്ട് ചിന്തിക്കുന്ന ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അതിനകത്ത് ആരൊക്കെയുള്ളത്? അതിനകത്ത് ആരൊക്കെയുള്ള? നമ്മളിന്ന് പത്രത്തിൽ കണ്ട സമയത്ത് മണിക് സർക്കാർ വരും ത്രിപുരയിൽ എന്ന് വെച്ചാൽ മണിക് സർക്കാർ നമ്മൾ വിചാരിക്കും സർക്കാരാന്ന് വിചാരിക്കും. സർക്കാരൊന്നുമല്ല ഈ സാധനം. മണിക് സർക്കാർ എന്ന പുള്ളിയുടെ പേരാ. അപ്പോൾ അയാളെ പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുവരുന്ന ആലോചിക്കുക. ഇവിടെ MV ഗോവിന്ദൻ മാഷ് പോളിറ്റ് ബ്യൂറോയിലുണ്ട്. അപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് ജയരാജനും വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്തൊരു വലിയൊരു സാധനമാണെന്നൊക്കെ വിചാരിക്കുക. അതിനകത്തൊന്നുമില്ല. ഒരു കഴമ്പില്ലാത്തൊരു സാധനമാണ്. ഒരു കാര്യമായിട്ട് ചർച്ച നടക്കാത്ത സാധനമാണ്. ദൈഷ്ണികമായിട്ടുള്ള ഒരു ചർച്ചകളും അവിടെ നടക്കുന്നതായിട്ട് നമ്മളാരും കേട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ അത്യാവശ്യം എഴുത്തും വായനയുള്ളവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറയാനുള്ള എളുപ്പം ഇന്ന് കള്ളിനെ കുറിച്ചിട്ടാണ് പറയാൻ എളുപ്പം. ലോട്ടറിയെ കുറിച്ച് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന നിർബന്ധമില്ല. അത് ജയരാജൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രം. അത് പറഞ്ഞോട്ടെ, നല്ലതാണത്. അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പരമാവധി. ശരി, നമസ്കാരം.